സാന്ത്വനത്തിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷിനെ അല്ല, നമ്മുടെ മിത്രനെ വിടുന്നില്ല. മിഥുൻ എന്തായാലും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. മരിക്കും, അതുപോലെ തന്നെ തീയിടും, കത്തിക്കും, വീട്ടിലേക്ക് വിളിച്ചു പറയും. അങ്ങനെ മിത്രയ്ക്ക് വല്ലാത്ത ശല്യമാവുന്നുണ്ട് മിഥുനെ കൊണ്ട്. ലാസ്റ്റ് മിത്രയ്ക്ക് ഉള്ള സ്നേഹം പോയി വെറുപ്പായി വരുന്നുണ്ട്. പക്ഷെ മിത്രയ്ക്ക് മിഥുനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗ്ഗം ഇല്ലാണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നൊക്കെയുണ്ട്. മിത്ര എന്ത് ചെയ്യണമെന്നറിയില്ല. മിഥുന്റെ കാര്യം ആരോടും പറയാനും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണ്. മിത്രയുടെ അഹങ്കാരത്തിന് ശരിക്കും തക്ക മറുപടി തന്നെയാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ബാലൻ വരുന്നുണ്ട്. ബാലൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ സാധനത്തിൽ സാധാരണ രീതിയിൽ തന്നെ ബാലനെ പേടിച്ച് നിൽക്കുന്നൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ അഭിനയമാണോ എന്ന് വരെ ബാലന് തോന്നിപ്പോകുന്നുണ്ട്. സത്യത്തിൽ അത് ശരിക്കും പേടി തന്നെയായിരുന്നു. പിന്നീട് എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ധർമ്മൻ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വന്നാൽ സന്തോഷിക്കണം, അങ്ങനെയാണ് വേണ്ടത്, അല്ലാണ്ട് അടക്കി പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെയാണ് ഇത് പറയുന്നതെന്ന കാര്യം ചോദിക്കും. അതിനുശേഷം പറയും, നിങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും ഞാൻ തരുന്നുണ്ട് ഈ വീട്ടിൽ, ഇനി ഞാൻ പഴയ അച്ഛനായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ വലിയ സന്തോഷത്തോടെ തന്നെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം മുറിയിൽ ചെന്നങ്ങായിട്ട് ഗോമതിയോട് ബാലൻ ഇങ്ങനെ ആ പാട്ട് പാടുന്നുണ്ട്. അത് മീനാക്ഷിയും ഗോമതിയും കൂടെ ഒക്കെ ഡാൻസ് കളിച്ച പാട്ടായതുകൊണ്ട് തന്നെ ഗോമതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ബാലൻ സത്യങ്ങളൊക്കെ പറയും. അപ്പം നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷെ രാമേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ട്, ഞാൻ കാരണമാണ് അതിങ്ങനെ അടക്കി പിടിച്ച് നിൽക്കണേന്നൊക്കെ പറഞ്ഞാണ്. അതുകൊണ്ട് എന്നെ പേടിച്ച് നിങ്ങളാരും നിങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കാണ്ടിരിക്കേണ്ടെന്ന് പറയും. പിന്നീട് ആനന്ദും അനുവും കൂടെ വഴക്കുണ്ടാക്കുന്നത് മൂടി നടക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും കൂടെ മീനാക്ഷിയും ആകാശമൊക്കെ കൂടി ചേർന്ന് നിന്നങ്ങായിട്ട് അച്ഛൻ